ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോഡേൺ ടോപ്പാട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ 4ആയി മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എ-ലൈൻ ടൈപ്പ് ടോപ്പാട്ടോ തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഷോൾഡർ 6.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ആം ഹോളും ഞാനൊരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊരു സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം നമുക്ക് സ്ലിറ്റ് ലെങ്ത്ത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ സ്ലിറ്റ് ലെങ്ത്ത് ഒരു 19 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാം. ഷേപ്പ് ഒരു 12.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എ-ലൈൻ ടൈപ്പ് ടോപ്പാട്ടോ നമ്മളിവിടെ തയ്ക്കുന്നത്, സ്ലീവ്ലെസ് ആയിട്ടുള്ള എ-ലൈൻ ടോപ്പ്. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ഞാനിവിടെ 8 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. എൻ്റെ ഫുള്ളായിട്ടുള്ള ചെസ്റ്റ് 32ആണ്. അപ്പോൾ അതിൻ്റെ പാതി 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ഷേപ്പിൻ്റെ അടുത്ത് 7 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു 1/2 ഇഞ്ച് ലൂസ് ഇട്ട് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി സ്ലിറ്റിൻ്റെ പോർഷനിൽ നമ്മൾ അവിടെ ഒരു 9 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ഇഞ്ച് മാത്രമാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഷേപ്പ് സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ താഴോട്ടൊരു ചരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഇത് എത്ര ഉണ്ട്, ലെങ്ത്ത് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടുകൊണ്ട് ഇതേപോലെ ഒന്ന് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം. നമ്മൾ ഈ മെറ്റീരിയലിൻ്റെ ഫുൾ ലെങ്ത്തും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിനി ആം ഹോൾ വരച്ചു കൊടുക്കാം. ഇനി ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ എനിക്കിവിടെ 8.5 ഇഞ്ചാണ് കിട്ടുന്നത്. എനിക്ക് 8 ഇഞ്ച് മതി. അപ്പോൾ 1/2 ഇഞ്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 6 ഇഞ്ചിൽ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ മാർക്ക് ചെയ്ത പോലെ ചെസ്റ്റ് എല്ലാം ഒന്ന് കറക്റ്റിന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഈ ആം ഹോളൊക്കെ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അഥവാ ആം ഹോൾ കുറവാണ് കിട്ടുന്നതെങ്കിൽ ഇതേപോലെ താഴ്ത്തി കൊടുത്താൽ മതി. 1/2 ഇഞ്ചൊക്കെ താഴ്ത്തി മാർക്ക് ചെയ്തൊന്ന് നോക്കിയാൽ മതി. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കറക്റ്റ് 8 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കാണ് കട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ക്ലോത്ത് 4ആയി മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റിന് ഓവർ കോട്ട് ഉണ്ടല്ലോ, കോട്ടിൻ്റെ മിഡിൽ പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. യോക്ക് ഒരു 14 ഇഞ്ച് വിട്ടിട്ട് ഞാനിവിടെ 43 ഇഞ്ച് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുകയാണ്. ഇത് നേരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഫോൾഡഡ് സൈഡും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് യോക്ക് പോർഷനും സ്ലീവും ഞാനിവിടെ പേപ്പർ കട്ട് ചെയ്തെടുത്തോണ്ട്, ഇത് നോർമലി നമ്മൾ ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാഞ്ഞത്. ഇനി ഇത് നമുക്ക് മെയിൻ ഫാബ്രിക് വെച്ച് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ മെയിൻ ഫാബ്രിക് നമ്മൾ കട്ട് ചെയ്തെടുത്തു. പഫ് സ്ലീവ് ആട്ടോ നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. ഇനി സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത പാർട്ട് 2 കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.